ഞാൻ ഈ ഒരു 2 മാസം മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടെയുള്ളതിൻ്റെ 4 ഇരട്ടി ഫെയ്ത്താണ് അവിടെയുള്ള യൂത്തിന്. കാരണം ഞാൻ ചെന്ന എല്ലാ പാരീഷസിലും അവർ യൂത്താണ് എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട്. ഇപ്പോൾ എൻ്റെ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, മാന്നാർ ഇടവകയിൽ. അപ്പോൾ ഇവരെന്തുമാത്രം ഡെഡിക്കേറ്റഡാണ്. ജോലിയുണ്ട്, അവർക്ക് ജോലിയുണ്ട്, സമയക്കുറവുണ്ട്, എന്നാലും പള്ളിക്കും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അവരെടുക്കുന്ന ഒരു എഫർട്ട് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അതിവിടെ കാണുന്നില്ല പലപ്പോഴും. അപ്പം ഞാൻ 6 മക്കളുള്ള കുടുംബത്തിലെ ഒരാളാണ്. അപ്പോൾ ഈ 6 മക്കളുടെ ഇടയിൽ നടന്ന ഒരു ഫോർമേഷൻ എനിക്ക് തോന്നുന്നുള്ളൂ അത് കഴിഞ്ഞ് സെമിനാരിൽ എനിക്ക് കിട്ടിയത്. ഞാൻ സെമിനാരി ഫോർമേഷനെ കുറ്റം പറയുകയല്ല. കാരണം അവിടെ എല്ലാവരുടെയും കണ്ണുകളും എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനാണെങ്കിൽ പോലും അതിന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് തിരിച്ചു കൊണ്ടുവരുമ്പം അടുത്ത ആളായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വം വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാഗമ്പടത്ത് വെച്ച് പിടിച്ച 2 കുഞ്ഞുങ്ങൾ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ, അവരോട് പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിൽ സമാധാനമില്ല, അവരിറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ പണ്ട് ചിന്തിക്കുന്ന കാര്യം ഇന്ന് ചിന്തിക്കുന്ന അതിൻ്റെ രീതിയിലല്ല ഇപ്പോഴത്തെ മൈൻഡുകൾ ചിന്തിക്കുന്നതും ഇപ്പോഴത്തെ മനസ്സ് അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതും. അതുപോലെ ഇപ്പോൾ നമ്മൾ യുവതലമുറയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്വന്തം കാര്യം നോക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്ന, മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം യുവജനങ്ങളുണ്ട്. പക്ഷെ മറുവശത്ത് അതിനേക്കാളേറെ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഏകാന്തതയിലേക്കും ഒക്കെ പോകുന്ന ഒരു വലിയ വിഭാഗത്തിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും 2 കൂട്ടർ മൂല്യങ്ങളിൽ വളർന്നു വരുന്നവരാണ്. നമ്മുടെ ക്രിസ്ത്യൻ ആ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഞാൻ എടുക്കാം. ഒരേ മൂല്യങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നവരാണ്, ഒരേപോലെ പള്ളിയിൽ വന്നും പോയും നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പം അച്ഛനൊരു ധ്യാന ഗുരു കൂടിയാണ്. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേര് പ്രശ്നങ്ങളായിട്ട് വരും. അച്ഛൻ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അച്ഛൻ അത് ഡൈസെക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ വ്യത്യാസം സമൂഹത്തിൽ ഇപ്പോൾ വരണേന്ന്? ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിതയാണത് മുഴുവൻ. കാരണം നമ്മളിപ്പോൾ ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി പോലും, ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഒരാളെ പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഒരു പ്രശ്നം വന്നാൽ അതിനെ അഭിമുഖീകരിക്കാൻ എല്ലാവരും ഒരേപോലെ പഠിക്കണമെന്നില്ല. നമ്മൾ പറയത്തില്ലേ ബഹുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തെല്ലാം, കാരണം നമ്മൾ ഒത്തിരി പേരെ കേൾക്കണമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയും അവരൊക്കെ ഒരു വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പവറും പിടിച്ചു നിൽക്കാനുള്ള കഴിവും എന്നൊക്കെ പറയണത് ചിലത് പരിമിതമാണ്, ചിലർക്ക് അപാരമാണ്, ചിലരൊരു മിഡിൽ പൊസിഷനിൽ നിൽക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഓർമ്മിക്കുക എപ്പോഴും നമ്മുടെ യൗവനം എന്ന് പറയുന്നത് കവി പറയുന്നത് പോലെ ആഴി പോലെ അലയടിക്കുന്ന കയത്തിൽ ആഞ്ഞു ചാടാൻ ഓങ്ങി നിൽക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ശരിക്കൊരു ബേസ്മെൻറ്റ്, ഒരു ഫൗണ്ടേഷൻ കൊടുത്തില്ല എങ്കിൽ, അടിത്തറയില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് ആടി ഉലയാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നാമത് നമ്മുടെ ഫാമിലിയുടെ സെറ്റപ്പ്, മക്കളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ഫോർമേഷൻ്റെ വലിയൊരു പ്രശ്നം. ഇപ്പം ഞാൻ 6 മക്കളുള്ള കുടുംബത്തിലെ ഒരാളാണ്. അപ്പോൾ ഈ 6 മക്കളുടെ ഇടയിൽ നടന്ന ഒരു ഫോർമേഷൻ എനിക്ക് തോന്നുന്നുള്ളൂ അത് കഴിഞ്ഞ് സെമിനാരിൽ എനിക്ക് കിട്ടിയൊന്നും. ഞാൻ സെമിനാരി ഫോർമേഷനെ കുറ്റം പറയുകയല്ല. കാരണം അവിടെ എല്ലാവരുടെയും കണ്ണുകളും എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനാണെങ്കിൽ പോലും അതിന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് തിരിച്ചു കൊണ്ടുവരുമ്പം അടുത്ത ആളായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കുടുംബങ്ങളിൽ നടക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ അപ്പനും അമ്മയും അവർ ജോലിക്കാരും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു പക്ഷേ വീട്ടിലെ അമ്മയാണെങ്കിലും വീട് കേന്ദ്രീകൃതമായി ഉണ്ടായിരുന്നു പലപ്പോഴും. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ തീർച്ചയായിട്ടും മക്കളെ നോക്കാനും മക്കളെ സംരക്ഷിക്കാനും അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് അവരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സമൂഹത്തിൻ്റെ സെറ്റപ്പ് ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. അപ്പോൾ അവിടെ വളർന്നു വരുന്ന പിള്ളേർ ശരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സെൽഫ് ട്രെയിനിങ്, അതിനകത്ത് അവർക്കൊരു കോൺഫിഡൻസിൻ്റെ ലെവലും എല്ലാം വളരെ കുറവ്. കാരണം ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകും. റാങ്ക് ഹോൾഡേഴ്സും അക്കാഡമിക്കലി ഹൈ ലെവലിൽ നിൽക്കുന്നവരുമായിരിക്കും. പക്ഷേ അവരോടൊരു ജീവിതത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മെഴുകുരുകണ പോലെ അവർ ഉരുകും. അതന്നെ അതിൻ്റെ ഒരു വലിയ ഡൈക്കോട്ടമിയല്ല, വലിയൊരു വിരോധാഭാസമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിലേക്ക് എന്തുമാത്രം സ്വാംശീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതിന് സാഹചര്യം, കുടുംബ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ യൗവനം എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിക്കണം, അതിന് മുമ്പാട് ശൈശവം, ബാല്യം, യൗവനം, അത് കഴിഞ്ഞ് വാർദ്ധക്യം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ യൗവനത്തിൻ്റെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ചോദ്യം ചെയ്യാനും
സമൂഹത്തിൻ്റെ കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലിടുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ യുവജനങ്ങളും നമുക്ക് കുറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവരെ കൂടുതൽ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കുക എന്നുള്ളതാണ് ആവശ്യം. അവിടെയാണ് വിശ്വാസത്തിൻ്റെയും നമ്മുടെ സഭയുടെ പ്രബോധനങ്ങളുടെയും തുറന്നുള്ള ഒരു സംസാരത്തിൻ്റെയും ചർച്ചയുടെയും നല്ല കാഴ്ചകൾ, നല്ല ചിന്തകൾ, നല്ല കേൾവികൾ, ഇതെല്ലാം നമ്മുടെ കൃഷിയുടെ പോലും കാര്യം അതാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒരു വിത്ത് നമ്മൾ ഇട്ടിട്ട് അത് മുളച്ച് പൊന്തി അതിന് ഇല വരികയും കായ് വരികയും പൂ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ഇന്ന് ആർക്ക് പേഷ്യൻസ് ഉണ്ട്, ക്ഷമയുണ്ട്? ഇതിനെയൊക്കെയല്ല ധ്യാനം, ആധ്യാത്മികത എന്നൊക്കെ പറയണം. ഈ പ്രപഞ്ചത്തോടും സമൂഹത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുക. അപ്പോൾ ഇന്ന് വല്ലാതെ നമ്മൾ മൊബൈൽ എന്ന് പറയുന്ന, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് നമ്മൾ കാലം ചുരുങ്ങി, ലോകം ചുരുങ്ങി. അപ്പോൾ അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞാൽ അത് ആവശ്യമല്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ അത് മാത്രമാണോ എന്നൊരു ചോദ്യം ഇപ്പോഴും ലോകത്തിൻ്റെ മുമ്പിലും നമ്മുടെ മുമ്പിലും നിൽക്കുകയാണ്. അതിനോട് ചേർത്തപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പിള്ളേരെ വളർത്തുന്നൊരു സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പം ചെറുതായിരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം അവൻ ചെറുതായിരിക്കും, അവന് ആവശ്യമുള്ളതൊന്നും മേടിച്ചു കൊടുക്കാൻ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പം ഞാൻ അവൻ്റെ വീട്ടിൽ റീസെൻ്റ്ലി ചെന്ന സമയത്ത് 1.5 വയസ്സായ കുട്ടിയാണ്, ഒരു 2 വയസ്സോ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, പക്ഷെ ഒരു 3-5 വയസ്സിൻ്റെ വരെ ഉള്ള കളിപ്പാട്ടങ്ങൾ, ഒരു മുറി, ഒരു പ്ലേ ഏരിയ, നിറയെ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണ് ഇത്രയും കളിപ്പാട്ടം? അപ്പം അവൻ പറഞ്ഞു, എടി നിനക്കറിയാലോ എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ, ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് എൻ്റെ കുട്ടിക്ക് ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാനിതെല്ലാം ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അച്ഛന് തോന്നുന്നുണ്ടോ, ഈ ഇത്രയും പിള്ളേരോട് സംസാരിക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പേരൻസിനോടും ഞാൻ ചോദിക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് കിട്ടാത്തത് എൻ്റെ കുട്ടിക്ക് കിട്ടണം, ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ കൊച്ച് കഷ്ടപ്പെടരുത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവരെ വീക്കാക്കുകയാണെന്ന്? തീർച്ചയായിട്ടും. കാരണം കഷ്ടപ്പാട് എന്ന് പറയണത് തന്നെ നമ്മളെല്ലാവരും വളർന്നു വരുന്ന സാഹചര്യം, ഒരു കുഞ്ഞിൻ്റെ വളർച്ച തന്നെ എടുത്ത് നോക്കിക്കുക. അത് നടക്കാൻ പഠിക്കുന്നത് തന്നെ ഒരുപാട് വീഴ്ചയുടെയും എല്ലാത്തിൻ്റെയും ഫലമായിട്ടല്ലേ. അപ്പോൾ ഇത് ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും വേദന, സഹനം, ത്യാഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വല്ലാത്തൊരു മനം പുരട്ടൽ, ഒരു അവേർഷം വന്നത് വല്ലാതെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പേരൻസിൻ്റെ ഒരു മിഥ്യാധാരണയാണ്, എനിക്കുണ്ടാകുന്ന വിഷമം, എനിക്കുണ്ടായ വിഷമം എൻ്റെ മക്കൾക്കുണ്ടാകരുത്. അതെന്ത് വിഷമോ അത്? അവരുടെ വളർച്ചയ്ക്ക് ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെയായിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെയായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. കുഞ്ഞിൻ്റെ അത്രയും മൃദുലമായ സ്കിന്നിലേക്കാണ് അവർ നീഡിൽ വെക്കണം. അയ്യോ വേദനിക്കൂലോ എന്ന് പറഞ്ഞു വേണ്ടെന്ന് ഞാൻ പറയൂ? ഇല്ല, ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഈ വളർച്ചയുടെ ഭാഗത്തിൻ്റെ ഇത് തന്നെയല്ലേ അത്. അപ്പോൾ വേദനകൾ, ത്യാഗങ്ങൾ, സഹനങ്ങൾ എന്ന് പറയുന്നതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ എൻ്റെ കാലത്ത് എനിക്ക് കിട്ടിയില്ല എന്ന് കരുതി ഞാൻ എൻ്റെ മക്കളോട് കാണിക്കുന്ന ഒരു മനോഭാവം, അവരെ ജീവിതം കണ്ടു പഠിപ്പിച്ച് വളർത്തണം. അത് അത്യാവശ്യമാണ്. ഇപ്പോൾ ആരോ പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പരാതി വരുമ്പം ശ്രീചിത്ര ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനും തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ട് ഞാൻ അതിലേ പോകുമായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് അത് ഭയങ്കരമാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ജീവിതത്തെ സ്വീകരിക്കാനും, കാരണം ഇവരെല്ലാം സഹനങ്ങളിലൂടെ കടന്നു പോകും, എനിക്കുണ്ടായത് ഇവർക്കുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല. അത് ജീവിതത്തിലെ ആ പെയിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു, അവർക്ക് ആ സമയത്തൊരു പോസിറ്റീവ് വൈബ്, ഒരു എനർജി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പേരൻസിൻ്റെ ആ ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അത് മാറ്റേണ്ടത് തന്നെയാണ്. പിള്ളേർ അറിഞ്ഞു വളരണം. അത് വേദനയാകാം, ത്യാഗമാകാം, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതാകാം. നമ്മുടെ നോമ്പൊക്കെ എടുത്തേ, അയ്യോ കുഞ്ഞിന് വിശക്കരുതല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം വൈദ്യശാസ്ത്രം പോലും പറയണത് ചിലപ്പം വിശന്നിരിക്കണം, ഒന്ന് ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എത്രയോ പേര് അതിനു വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നു അല്ലേ? നമ്മുടെ ബോഡി ഷേമിങ്ങിനും വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇത് ശരിയാവത്തില്ല. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ബന്ധങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരുപാട് പേര് സെപ്പറേറ്റഡ് ആയിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ കാണുന്നുണ്ട്. സിംഗിളായിട്ടുള്ള പേരൻസിൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് ഈ ധ്യാന സ്ഥലങ്ങളിലേക്ക് വരുന്ന ആളുകളിൽ ഈ ഡൈവോഴ്സ് ഇത്രയും ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അച്ഛൻ ആലോചിച്ച് നോക്കാറുണ്ടോ? അവർ വരുമ്പോൾ റീസൺസ് പറയുമല്ലോ, അപ്പം അതിൽ പൊതുവായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? റീസൺ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു റീസൺ.
കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം, പണ്ട് കാരണം ഉണ്ടായിരുന്നു, എന്നെ അടിച്ചു അല്ലെ മദ്യപിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ചിലത് വെറുതെ എനിക്ക് തോന്നി, മടുപ്പ് തോന്നി. സോ കാരണം നമുക്കിതൊന്നും തുറന്ന് പറയാൻ മേലാത്ത അവസ്ഥ, അത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഞാൻ പറയണത് ഒരു സമൂഹം വല്ലാതെ മാറുകയാണ്. അതായത് ലൗകികമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ സമൂഹം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും അങ്ങോട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്ന കാരണമെന്നല്ല, പല കാരണങ്ങളാണ്. ചിലപ്പോൾ കാരണം ഇല്ല എന്നുള്ളതാണ്. നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നാം, പക്ഷേ അവരുടെ ജീവിതത്തിന് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കുമ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പണ്ട് നമുക്കറിയാം, അപ്പോൾ ഒരു കൊച്ച് വീട് വിട്ടിറങ്ങുകയാണ്, പുറപ്പെട്ടു പോയെന്നൊക്കെ പണ്ട് നമ്മൾ പറയും. അതിൻ്റെ കാരണം അപ്പം വഴക്ക് പറഞ്ഞു, അല്ല ഞാൻ ഇന്ന എക്സ്കർഷന് പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ പൈസ തന്നില്ല, ഇതൊക്കെ കാരണമാണ്. ഇപ്പം എന്നാ, കഴിഞ്ഞ ദിവസം നാഗമ്പടത്ത് വെച്ച് പിടിച്ച 2 കുഞ്ഞുങ്ങൾ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ, അവരോട് പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിൽ സമാധാനമില്ലെന്ന്, അവരിറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ പണ്ട് ചിന്തിക്കുന്ന കാര്യം ഇന്ന് ചിന്തിക്കുന്ന അതിൻ്റെ രീതിയിലല്ല ഇപ്പോഴത്തെ മൈൻഡുകൾ ചിന്തിക്കുന്നതും ഇപ്പോഴത്തെ മനസ്സ് അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒന്നും. അതുകൊണ്ട് നമുക്ക് ഇന്ന കാരണം എന്നെടുത്ത് പറയാനില്ല. ഒരുപാട് കാരണങ്ങളായി ചുറ്റുവട്ടങ്ങളിൽ. ആ കാരണങ്ങളെല്ലാം നമ്മൾ സ്വന്തമാക്കി അതിലേക്ക് ഈസി ആയിട്ട് നമ്മൾ, കാരണം ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരുപാട് നമ്മുടെ മുമ്പിൽ വരുന്നു. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, ഞാൻ ആരുടെ അടിമയല്ല എന്നുള്ള രീതിയിൽ പുരുഷനും സ്ത്രീയും ചിന്തിക്കുന്ന ആ ഒരു തലത്തിലേക്ക് അത് പോകുന്നു. അച്ഛാ, ഇപ്പം ഈ പിരിയുന്ന ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിരിയുന്ന സമയങ്ങളിൽ അവർ ഇപ്പം ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അവരവരുടെ വഴിക്ക് പോവുകയാണ്, മക്കൾ ആരെങ്കിലും ഒരാളുടെ കൂടെ വരികയാണ്. അപ്പം അങ്ങനെ സിംഗിൾ പേരൻറ്റിൻ്റെ കൂടെ വളരുന്ന കുട്ടികൾക്ക് കൂടുതൽ സ്ട്രെസ്സുണ്ട്, മറ്റു കുട്ടികളെക്കാളും അവർ ബുദ്ധിമുട്ടിലാണെന്നുള്ള ഒരു ഒബ്സർവേഷൻ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് ധാരാളം, വളരെ വ്യക്തമല്ലേ അത്. കാരണം ഒരു ഇൻ്റഗ്രൽ ഗ്രോത്തിന് ഇവരുടെ 2 പേരുടെയും സ്നേഹവും ലാളനയും ശിക്ഷണവും ശിക്ഷയും ഇതെല്ലാം ആവശ്യമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്. അത് ആ നിർണായക ഘട്ടത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിൻ്റെ വളർച്ച ശരിക്കൊരു പൊതുസമൂഹത്തിൻ്റെ നല്ലൊരു വ്യക്തിത്വമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സഭയ്ക്കും സമൂഹത്തിനും വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സഡൻ ഷോക്കല്ലേ ഇത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെ കുറച്ച് നാൾ ഒരാളുടെ കൂടെ, അടുത്ത ആഴ്ച മറ്റൊരാളുടെ കൂടെ. ഈ അവസ്ഥയിലൊക്കെ നമ്മുടെ എത്ര കുട്ടികൾ അവരുടെ വളർച്ച മുരടിക്കുന്നു, ജീവിതം തന്നെ ഇരുട്ട് കയറി പോകുന്നു, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ വേറെ പല വഴിയിലേക്കും തിരിയുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ വളരെ എന്നാ പറയുക, പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ സമൂഹത്തിൻ്റേത്. ഇപ്പോൾ സിംഗിൾ പേരൻറ്റിൻ്റെ കൂടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വളർച്ച, അവരുടെ പഠനം, എല്ലാ കാര്യങ്ങളിലും അവർക്കുണ്ടാകുന്ന തളർച്ചയ്ക്ക് സമൂഹം മൊത്തം ഉത്തരവാദികളാണ്. എനിക്കെപ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയായില്ല. അത് കോൺഷ്യസ് ആയിട്ട് ഞങ്ങൾ ഫിസിക്കലി ഇമോഷണലി മെച്യൂർഡ് ആവുമ്പോൾ, ഫിനാൻഷ്യലി മെച്യൂർഡ് ആവുമ്പോൾ ഒരു കുട്ടി മതി എന്ന ചിന്തയിലായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും. അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കുട്ടിയുണ്ടായത്. ഒരുപാട് വർഷങ്ങളായി. അവനിപ്പോൾ 14 വയസ്സായി. അപ്പോൾ ഇതിന് മുന്നത്തെ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, മുയലുകളെപ്പോലെ പെറ്റുപെരുകുകയല്ല, നമ്മുടെ ഉള്ള പിള്ളേരെ നന്നായി നോക്കുക എന്നുള്ളത്. പലപ്പോഴും ടു ഫാസ്റ്റായിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞു, ഇനി കുട്ടി, അതായത് എന്താണ് കുട്ടി എന്ന് മനസ്സിലാവാതെ അതിലോട്ട് കടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നല്ല മാതാപിതാക്കളാവാൻ സാധിക്കാത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിലെന്തെങ്കിലും ഒരു കാര്യം? തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. കാരണം ഇതിനകത്തെല്ലാം ഒരു പ്രിപ്പറേഷൻ വളരെ ആവശ്യമാണല്ലോ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രിപ്പറേഷൻ, പരസ്പരം മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ഇതെല്ലാം ഇതിനകത്ത് വരേണ്ട കാര്യമാണ്. കാരണം അതാണല്ലോ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ വളരുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് സ്വന്തമായിട്ടുണ്ടാവണം. ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ മീഡിയ പോലും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ച് പറഞ്ഞു എന്നുള്ളത് പലപ്പോഴും നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, മീഡിയയുടെ ഒരു ലോകം അങ്ങനെയാണ്. അടർത്തിയെടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം പറയുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന. ഇപ്പോൾ മാർപ്പാപ്പ ഫ്ലൈറ്റിൽ വെച്ച് വിവാഹം ആശീർവദിച്ചു. യൂറോപ്പിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാകും. പക്ഷെ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പം അത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷനായിട്ട് വരാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങൾ എത്ര വേണം, എങ്ങനെ വേണം, ഇതിന് ദൈവികമായ, കാരണം ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമല്ലേ.
ഈ ഒരു മിനിമം റെസ്പെക്റ്റെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ ചേർച്ചയിൽ ഉറപ്പായിട്ടും ദൈവ വിചാരത്തോടുകൂടെ, കാരണം ഇതൊരു കൂദാശ തന്നെയാണ്, ഒരു സാക്രമെൻ്റാണ്. അപ്പോൾ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള അവരുടെ ഒരുക്കം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവം തരുന്ന ദാനം മക്കൾ, അവരെ വളർത്തിക്കൊണ്ട് വരിക, അത് നമ്മുടെ വിവാഹത്തിൻ്റെ പ്രതിജ്ഞയിൽ പോലും നമ്മളത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ വളർത്തി വലുതാക്കുക എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് എണ്ണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരു വളർച്ചയും നിലനിൽപ്പും ഇതിനകത്ത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ജോലി, വിദ്യാഭ്യാസം, ഇതെല്ലാം പരിഗണനയിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂവിലൂടെയാണ് ഈ ഒരു കാര്യത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ അച്ഛനിപ്പം പറഞ്ഞല്ലോ, ഇപ്പോൾ ധ്യാനത്തിന് വരുന്ന പല പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് വരുന്ന പല കപ്പിൾസ് ഉണ്ട്, രണ്ട് വഴിക്ക് പോകാമെന്ന് തീരുമാനിച്ച് വരുന്നവരുണ്ട്. അച്ഛൻ അങ്ങനെ കണ്ടിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞു പലപ്പോഴും കാരണങ്ങളില്ല, അങ്ങനെ പറയാനായിട്ടുള്ള റീസൺ എന്താണ്? അങ്ങനത്തെ എന്ത് പിരിയലുകൾ കണ്ടിട്ടാണ് അച്ഛൻ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയത്? എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പേഴ്സണലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഇതിനകത്ത് എന്താ കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വരുമ്പം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ എനിമോർ എന്നുള്ളൊരു ചിന്തയിൽ വരുന്നു, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അത് മറ്റ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടിട്ടാണോ, മറ്റ് ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഇത് നമുക്കൊന്നും ജഡ്ജ് ചെയ്യാൻ മേലാത്തൊരവസ്ഥയാണ്. ദേ ഡോണ്ട് വാണ്ട്, ആ സമയത്ത് അവർക്കത് ഓപ്പൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പക്ഷേ അവിടെ വെച്ചൊരു ഓൾ ഓൺ എ സഡൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. മറ്റേതെങ്കിലും തലത്തിൽ കുറച്ചും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ആ ലെവൽ കൂട്ടിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ ഒരു മാതൃകയായിട്ട് അതൊന്നും ചിന്തിക്കണില്ല. ഞാൻ, എൻ്റെ ഫ്രീഡം, എൻ്റെ ലോകം. അങ്ങനത്തെ 1-2 കേസസ് എൻ്റെ ഒരു അറിവിന് വേണ്ടിയിട്ട് അങ്ങനെ ചുറ്റും നടക്കുന്ന 1-2 അച്ഛൻ്റെ പേരൊന്നും പറയണ്ട, അങ്ങനെ വന്ന 1-2 കേസസ്. 1-2 ഇഷ്ടംപോലെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരാളുടെ ഭാഗത്തു നിന്നായിരിക്കും പെട്ടെന്ന് കയറി ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ മറ്റേ ആൾ കരഞ്ഞു നിലവിളിച്ച് വന്ന് നിൽക്കുന്നു. എന്താ ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? രണ്ടുപേരും നമ്മുടെ അടുക്കൽ വരുന്നു. ഒരാൾ ഒരു തരത്തിലും എടുക്കത്തില്ല, മറ്റൊരാൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ഇനി ഇയാളുടെ കൂടെ വേണ്ട എന്നൊരു ഒക്ടോപ്പസ് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു കടുപ്പിടുത്തം വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം? നിസ്സഹായരായിട്ട് പോവാണ് നമ്മൾ. അവിടെ വേറെ ഒന്നും അവരുടെ തലയിൽ കയറണില്ല. ജോലിയാണോ, പൈസയാണോ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് നമ്മൾ പുറമേ നോക്കുമ്പം എല്ലാ കാര്യങ്ങളും വളരെ വെൽ ടു ഡു ആയിട്ടുള്ള ഫാമിലിയാണ്, നല്ല കുടുംബങ്ങളാണ്, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും, ജോലി, വണ്ടി, വീട് എല്ലാം. ദെൻ വൈ? ഒരു ഉത്തരവില്ല. ഇനി അച്ഛനിപ്പോൾ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്കറിയത്തില്ല, മേ ബി അച്ഛൻ പറഞ്ഞ പോലെ മടുപ്പുകൾ, ഇതല്ല എൻ്റെ, അങ്ങനെ ചിന്തിക്കുന്നത് ഓക്കെ എന്ന് കരുതുന്നൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ. അതിലുപരി നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നാട്ടിൽ നിന്ന് വിദേശത്തേക്കും പോയി ഇപ്പോൾ ഉള്ളൊരു വലിയ ഒരു യുവതലമുറ, അടുത്തൊരു തലമുറ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു വളരുന്നതെല്ലാം ഇപ്പോൾ എബ്രോഡാണ്. എൻ്റെ ബ്രദർ ന്യൂസിലൻഡിൽ, അവൻ അവിടെ സിറ്റിസണാണ്. അപ്പോൾ അവിടെ അവൻ്റെ ഫാമിലി അവിടെ വളരുന്നു. എൻ്റെ കസിൻസ് എടുക്കുകയാണെങ്കിലും വിദേശത്താണ്. ഇങ്ങനെ എല്ലാ വീട്ടിലും ഒരുപാട് പേര് വിദേശത്തുള്ളൊരു സമയത്താണ്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ പോകുന്നവർക്ക് എങ്ങനെ സഭയിൽ അടിയുറച്ച് നിൽക്കാം, അവർക്ക് അവിടെ എങ്ങനെ നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാം, അതിനുള്ളൊരു വഴി എന്താണ് ഇനിയത്തെ കാലത്ത്? എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ഒരു 2 മാസം മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടെയുള്ളതിൻ്റെ 4 ഇരട്ടി ഫെയ്ത്താണ് അവിടെയുള്ള യൂത്തിന്. കാരണം ഞാൻ ചെന്ന എല്ലാ പാരീഷസിലും അവർ യൂത്താണ് എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട്. ഇപ്പോൾ എൻ്റെ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, മാന്നാർ ഇടവകയിലെ. അപ്പോൾ ഇവരെന്തുമാത്രം ഡെഡിക്കേറ്റഡാണ്. ജോലിയുണ്ടേ, അവർക്ക് ജോലിയുണ്ട്, സമയക്കുറവുണ്ട്, എന്നാലും പള്ളിക്കും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അവരെടുക്കുന്ന ഒരു എഫർട്ട് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അതിവിടെ കാണുന്നില്ല പലപ്പോഴും. ഞാൻ കണ്ട ഒരു വലിയൊരു വിരോധാഭാസം അതാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഭയങ്കര പക്കയായിട്ട്, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും യുവജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്. എന്ത് എനർജറ്റിക്കാണ്, എന്ത് വൈബ്രൻ്റാണ് അവർ. എന്നിട്ട് അവർ മാറിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയുടെ സെറ്റപ്പ് ആണെങ്കിലും ഇല്ലാത്ത 1-2 രീതികളില്ലെന്നുള്ളതല്ല ഞാൻ പറയണേ. എങ്കിലും കൂടുതൽ സന്ധ്യാപ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചൊല്ലുകയും
ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോവുകയും ഒന്നിച്ച് ഫാമിലി അടക്കം, അതിനുശേഷം അവർ ഔട്ടിങ്ങിനും ഒക്കെ പോകും, ഒരു ഈറ്റ് ഔട്ടിനും ഒക്കെ ആയിട്ട് പോകും. എന്നാലും ഇതെല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് അത് തോന്നിയിട്ടുള്ളത്. പുറത്തുള്ള നമ്മുടെ ഇവിടുന്ന് പോകുന്ന യൂത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ എനർജി. അപ്പം എൻ്റെ സംശയം ഇതാണ്, അപ്പം നമുക്കെന്താ പ്രശ്നം? അതെ, ഇവിടെ അവർ വരുമ്പോഴേ എന്നോട് 2-3 ചെറുപ്പക്കാർ, എനിക്ക് അടുപ്പമുള്ള ചെറുപ്പക്കാരുണ്ട് യു കെയിലും ഇവിടെ ഓസ്ട്രേലിയയിലുള്ള. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഈ റോഡ് ഇവർക്ക് വലിയൊരു പ്രശ്നമാണ്. പറഞ്ഞ് മനസ്സിലായി, ഇവിടുത്തെ ഒരു നോയ്സൻസ്, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇവർക്കൊരു വല്ലാത്തൊരു നൗസയാണ്, ഒരു മനം പുരട്ടൽ അവർക്ക് തോന്നാറുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇതെല്ലാം കൂടെ വന്നു കഴിയും. അതേസമയം നമ്മുടെ ഫുഡ്, നമ്മുടെ വയൽ, പാടം, ഇതെല്ലാം അവർ എൻജോയ് ചെയ്യണമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരിക, അവരെ ആ രീതിയിൽ കൊണ്ടുവരിക. ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നാട്ടിൽ വന്നിനി നല്ലൊരു വീടൊക്കെ വെച്ച് സെറ്റിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതിനകത്തുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു പീരീഡിൽ തോന്നുന്ന ചില തോന്നലുകൾ എന്നുള്ളതാണ്. ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ, ഒരു സമയത്ത് അവിടെ അങ്ങനെ എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് പോസിറ്റീവ് ആയിട്ട് മാത്രമേ പുറത്തുള്ള ഇതിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ജീവിതത്തിൻ്റെ തോന്നലുകൾ, ഞാൻ വേറൊരു തരം തോന്നലുകളെ കുറിച്ച് പറയട്ടെ. നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപാട് ലഹരിക്ക് അടിമപ്പെടുന്നവരുണ്ട്. അതായത് ചിലരൊക്കെ അത് ഇറ്റ്സ് കൂൾ അതുകൊണ്ട് ചെയ്യുന്നു. ചിലർ എൻ്റെ കൂടെയുള്ള എല്ലാവരും ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാനായിട്ട് ലഹരി ഉപയോഗിക്കാതിരുന്നാൽ ശരിയല്ല. പിന്നെ ഇത് റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പല ഗ്യാങ്ങുകളുണ്ട്. ഞാൻ ഐ എം ക്ലീൻ, ഐ ഡോണ്ട് ഡ്രിങ്ക്, ഐ ഡോണ്ട് സ്മോക്ക്, ഐ ഡോണ്ട് ഡു ഡ്രഗ്സ്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പലതിലും ഇൻവൈറ്റഡ് അല്ല. അപ്പം ഞാൻ ചെല്ലുന്ന പല സ്ഥലങ്ങളിലും ഞാൻ കൂളായിട്ടല്ല എന്നെ കണക്കാക്കുന്നത്, കാരണം ഇതൊന്നും എനിക്കില്ല. അപ്പം അത് ക്രിസ്തീയ മൂല്യങ്ങളിൽ ഇത്രയും അടിയുറച്ച് വളർന്ന ഞാൻ പോലും ഇത് കാണുമ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതില്ലാത്തവർ അതിലോട്ട് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ലഹരി ഇങ്ങനെ ചുറ്റും കളിച്ച് നടക്കുകയാണ്. ക്രിസ്തുവിനെ ലഹരിയായി കാണാനായിട്ട് നമുക്ക് എങ്ങനെ യുവതലമുറയെ പഠിപ്പിക്കാം? ഇത് വീണ്ടും നമ്മൾ ആ കുടുംബം എന്ന പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ വരണേ. കാരണം അവിടെയാണ് നമ്മൾ ശരിക്കും ഈ ലഹരി, എൻ്റെ ഒരു വളർച്ചയുടെ കാര്യം ഞാൻ പറയാം. ഞാൻ കുഞ്ഞുനാളിൽ വൈദിക പരിശീലനത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് എൻ്റെ അപ്പനും അമ്മയും കാണിച്ചത് നല്ലൊരു കർഷക കുടുംബം. അപ്പോൾ അവർ കാണിച്ചു തന്ന ഒരു മാതൃക, അത് ഈ ദേവാലയത്തിലെ മണിനാഥം കേൾക്കുമ്പോൾ അവരറിയാതെ വെക്കുന്ന ഒരു വാവായ്ക്കും പുത്രനും ഒരു പിതാവിനും പുത്രനും വെച്ചുള്ള ഒരു കുരിശടയാളം, അവർ നടന്നു പോകുന്ന വഴികളിൽ അവരെടുത്തിരുന്ന ഒരു പ്രാർത്ഥനാ മനോഭാവം. അതുപോലെ തന്നെ കുർബാന, അന്നും ഞാൻ എൻ്റെ ചെറുപ്പകാല സുറിയാനി കുർബാനയൊക്കെ ആയിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായിട്ടല്ല. പക്ഷേ അവിടെ പോയി നമ്മൾ നിൽക്കുക, അത് നിർബന്ധമാണ്. അവിടെ പോയി നമ്മൾ നിൽക്കണം. അതിനകത്തൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവികമായ അനുഭവം. അപ്പോൾ പേരൻസിനറിയാം, അവർക്ക് ഞാനെന്ന് പറയുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ട് വരാൻ അവർക്കൊരു പരിധി വരെ പറ്റത്തില്ല. കാരണം അതിനകത്തൊരു ഗ്യാപ്പ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതേസമയം എന്നെ എടുത്തുകൊണ്ട് എന്നെ നടത്തിക്കൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്നാൽ തീർച്ചയായിട്ടും മുകളിലുള്ള ഒരാളിലൂടെ എന്നിലുള്ള ഫോർമേഷൻ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തിനും സഭയ്ക്കും വേണ്ടിയിട്ട് അത് വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നു. അങ്ങനെ കിട്ടിയ ദൈവിക അനുഭവം ഇതാണ് ഞാൻ ഇന്നും കൊണ്ട് നടക്കുന്ന കുർബാന എന്ന് പറയുന്ന ലഹരി. അതാണ് ഇപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ജീവിതത്തിനുള്ളത്? ഒന്നുമില്ല. എല്ലാം ഈ സ്നേഹമാകുന്ന സിന്ധുവിൽ കേന്ദ്രീകൃതമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹത്തിലേക്ക് ഒഴുകിച്ചേരുക, അടുക്കുക. മാൻ ഷുഡ് ലീവ് പോയറ്റിക്കലി ഓൺ എർത്ത്. പ്രപഞ്ചത്തിൽ മനുഷ്യൻ കവിത സമാനം ജീവിക്കണമെന്ന് ഹൈഡഗർ പറഞ്ഞു, വലിയൊരു ചിന്തകൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. കവിത പലതരം ഉണ്ട് അല്ല, ഞാൻ പറഞ്ഞ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അത് സാധിക്കും, ഏതെല്ലാം രീതിയിൽ? അവിടെയാണ് ഞാൻ പറഞ്ഞ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നോക്കി നമ്മൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നമുക്ക് നിൽക്കാനേ ആവുള്ളൂ. ഇപ്പോൾ കടലും ആനയും കണ്ടാൽ നമുക്ക് മടുപ്പ് വരില്ല എന്നൊരു നാട്ടുമൊഴിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കുർബാന, ക്രിസ്തു. അങ്ങോട്ട് നോക്കിയിരുന്നാൽ തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രാഭവം അത് മനസ്സിലാക്കാൻ, കാരണം ഇന്ന് എഴുതപ്പെട്ട എല്ലാ കവിതകളും പുസ്തകങ്ങളും എല്ലാം നമ്മൾ നോക്കി, എല്ലാം ഈ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ലേ. അപ്പോൾ ജീവിതത്തെ ഇത്ര ഉത്സവമാക്കി മാറ്റിയ ഒരു വ്യക്തി നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ സ്വന്തമായിട്ട് നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനും ആഴപ്പെടാനും തുനിഞ്ഞാൽ അത് തന്നെയാണ് ലഹരി. ആ ലഹരിക്ക് വിട്ടിട്ട് പിന്നെ ബാക്കി ലഹരിയുടെ പുറകെ പോകാൻ നമുക്ക് നേരം കിട്ടത്തില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ആരും അതിലേക്ക് വരുന്നില്ല. പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ സാധിക്കാതെയും പോകുന്നതിൻ്റെ ഒരു അവസ്ഥ അതിനകത്തുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു എക്സ്ക്ലൂഷൻ. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ആൾക്കാരെ അന്നേരം കൊള്ളാം, അവൻ വലിയ പുണ്യാളൻ, അല്ലെ അവൾ വലിയ പുണ്യാളത്തി എന്നുള്ള മട്ടിൽ മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. അതും പേടിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെയൊക്കെയാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് ഞാൻ അസസ് ചെയ്യേണ്ട കാര്യം അവിടെയാണ്. അങ്ങനെ നിന്ന് ഞാൻ ക്രിസ്തുവാകുന്ന ഈ ലഹരിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടെടുത്താൽ ഇല്ലേ, ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? അത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് അച്ഛനീ പറഞ്ഞതിൽ നിന്ന് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ നിർബന്ധിച്ച് ചെയ്ത ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ വളർന്ന സമയത്ത് ഇപ്പം പള്ളി നേരെ മുന്നിലായതുകൊണ്ട് എനിക്ക് മടിയുള്ള സമയത്ത് പള്ളിയിൽ പോകാതിരിക്കാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. അമ്മയുടെ വീട് ഏറ്റുമാനൂരാണ്. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു പള്ളിയിലോട്ട്. 5:30 എഴുന്നേപ്പിച്ച് വിട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. ഞാൻ ഇപ്പോഴും അമ്മയോട് പരാതി പറയും, അവധിക്ക് പോലും എന്നെ കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അമ്മ രാവിലെ എഴുന്നേപ്പിച്ച് പള്ളിയിൽ വിടും, എന്നിട്ട് എൻ്റെ ഉറങ്ങുന്ന കസിൻസ് ഉണ്ടായിരുന്നു, അമ്മ മാത്രമേ ഉള്ളൂ എന്നെ ഇങ്ങനെ വിട്ട്. ഞാൻ പരാതി അമ്മയുടെ അടുത്ത് പറയും. അതുപോലെ എൻ്റെ അമ്മയെ നടന്ന് ഞാൻ കണ്ടിട്ടില്ല, അമ്മ ഓടിയ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഇപ്പോഴും എനിക്ക് ചില സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യാനുണ്ടെന്നുള്ളൊരു ചിന്ത. കാരണം അമ്മ എന്നെ ഒരിക്കലും വെറുതെ ഇരുത്തിയിട്ടില്ല. അതെൻ്റെ ലൈഫിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഐ സീൻ വാട്ട് ഷീ ഹാസ് ഡൺ. അപ്പോൾ അമ്മ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ ഐ തിങ്ക് അച്ഛൻ പറഞ്ഞ പോലെ പേരൻസ് കാണിച്ചു കൊടുക്കുന്നതേ നമ്മൾ എത്ര പ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സബ്സ്റ്റൻഷ്യലായിട്ട് അതേ അല്ലേ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് പിള്ളേർ പഠിക്കത്തുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും. അപ്പം അച്ഛന് ഇനി എൻ്റെ 2 കുഞ്ഞി സംശയങ്ങൾ. ആദ്യത്തേത്, ഇപ്പം ഞാൻ കാണുന്ന ആളുകൾ ധ്യാനങ്ങൾ, എനിക്കൊന്ന് 4ാം ക്ലാസ്സിലായിരിക്കണം അമ്മ ധ്യാനത്തിന് വിട്ടു തുടങ്ങിയ ക്രിസ്ത്യൻ ധ്യാനം. പിന്നെ കോളേജ് തീരണ വരെ എല്ലാ വർഷവും അവധിക്ക് അമ്മ ധ്യാനത്തിന് വിടും. പക്ഷെ ഞാനിപ്പം റീസെൻ്റ്ലി ഞാൻ ധ്യാനങ്ങൾക്ക് പോയിട്ടില്ല. പക്ഷേ ഞാൻ ചിലരൊക്കെ പറഞ്ഞു, എന്തിനാണ് ഈ ധ്യാനങ്ങൾ, എന്തിനാണ് ധ്യാനത്തിന് പോകുന്നതെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായിട്ട് സമൂഹത്തിലുണ്ട്. ഒരു ധ്യാനഗുരുവായ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഒരാൾ ധ്യാനത്തിന് വരുന്നത്? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. അതെല്ലായിടത്തും ആവശ്യമാണല്ലോ. പ്രകൃതിയായിട്ടാകാം, ദൈവവുമായിട്ടാകാം, സഹോദരങ്ങളുമായിട്ടും ആകാം. അപ്പോൾ ഇപ്പോൾ മനഃശാസ്ത്രം ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പദം ഇൻട്രോസ്പെക്ഷനാണ്. ഇതിൻ്റെ പേരാണ് ഈ ധ്യാനം. അതായത് ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞ് എന്നെ തന്നെ ഒന്ന് കണ്ടെത്തുക, ഞാൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. 2 മിനിറ്റ്സ്, ഒരു 2 മിനിറ്റ് എന്നെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുകയും എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിന് കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട മനുഷ്യൻ എന്നിൽ നിന്ന് രൂപപ്പെടാൻ പാടില്ലായിരുന്നോ എന്നൊരു ചിന്ത ഓരോ ദിവസവും ഞാൻ നടത്തുകയാണ്. അത് ഞാനൊരു 5 ദിവസം അല്ലെ 6 ദിവസം 2 ദിവസം 3 ദിവസം ഞാൻ പോയി ഈ ദൈവവചനങ്ങളൊക്കെ കേട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് നല്ല കാര്യങ്ങളെല്ലാം കേട്ട് എൻ്റെ മനസ്സിനെ ഇങ്ങനെ വിമലീകരിക്കുകയാണ്, സബ്ലിമേറ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ഉപകാരങ്ങളാണ് മനുഷ്യന് കിട്ടുന്നത്. ഒന്ന് സ്വസ്ഥമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഒത്തിരി ജോലി ചെയ്ത് മടുത്ത് കഴിയുമ്പം നമ്മളൊരു കടൽ തീരത്തോ അല്ലെ നല്ലൊരു ഭക്ഷണത്തിന് പോകുന്നത് എന്തിനാ? നമ്മളിലെ കുറേ എനർജി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ വി റീഗെയിൻ ഇറ്റ്, നമ്മൾ വീണ്ടെടുക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ആവശ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതല്ല ഈ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ ധ്യാനമല്ലേ? അതെ അല്ലേ? അപ്പോൾ ആ ചേർച്ച, ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ്. എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള തെറ്റുധാരണകളെ തിരുത്തലിൻ്റെ പേരാണ് ധ്യാനം. കാരണം ഞാൻ വളർന്ന ഒരു സാഹചര്യം, ഞങ്ങൾ ധ്യാനത്തിന് പോകും. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങളും ധ്യാനിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മളിൽ തന്നെ നമ്മളെ കണ്ടെത്തുകയാണ്. എവിടെയൊക്കെ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടോ അവിടെയൊക്കെ നമ്മൾ വീണ്ടെടുക്കുകയാണ്. കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യന് ഉറപ്പായിട്ടും ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് രൂപപ്പെടും, ധ്യാനിക്കുകയാണെങ്കിൽ. ഇതൊരു പ്രഹസനോ ഷോയോ ആയിട്ട് മാറുമ്പോൾ അതിന് വേറെ വ്യാഖ്യാനങ്ങളുണ്ടാകും. പക്ഷെ നന്നായിട്ട് ധ്യാനിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ നമുക്കുണ്ടാകും. നല്ലൊരു മ്യൂസിക് കേട്ടേ ഇല്ലേ, നമുക്ക് ഒത്തിരി വ്യത്യാസം വരത്തില്ലേ? അതെ, ഇത് തന്നെയല്ല നല്ലൊരു കാഴ്ച, നല്ലൊരു പ്രകൃതി ഭംഗി, ഇതെല്ലാം കാണാൻ സാധിക്കുമ്പോൾ തന്നെ എന്ത് വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നമുക്കുണ്ടാവും. ഇനി അടുത്തത്, ഇപ്പം അച്ഛനാവുന്ന സമയത്ത്, ഇപ്പം അച്ഛൻ പണ്ട് തൊട്ടേ പാട്ടുകളോട് ഇഷ്ടമുള്ള ഒരാളാണ്. അച്ഛൻ അതിനുശേഷം അച്ഛൻ കഥകളി, അതായത് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ആർട്ട് ഫോം ഒക്കെ പഠിച്ച് ഇപ്പോൾ അച്ഛൻ PhDക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഒരു വൈദിക വൃത്തിയിലേക്ക് വരുന്ന സമയത്ത് ഫ്രീഡം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അച്ഛൻ്റെ തന്നെ ലൈഫിൽ നിന്നുകൊണ്ടും പറയാൻ പറ്റുമോ, ഒരു വൈദിക വൃത്തിയിലേക്ക് വരുമ്പോൾ ശരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്? ഇത്രയും ഫ്രീഡം ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് വേറെ ഇല്ല. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് ഏതെല്ലാം തലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രത്യേകിച്ച് ഈ കലകളോ അല്ലെ കഴിവുകളോ ഇതിനെല്ലാത്തിനും എല്ലാ രീതിയിലും വികസിപ്പിക്കുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും സഭ നൽകുന്നുണ്ട്. പൗരോഹിത്യത്തിലാണേലും സന്യാസത്തിലാണേലും അതിന് യാതൊരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഇല്ല എന്നുള്ളതാണ്.
പക്ഷേ അതിന് നമ്മൾ അതിൻ്റെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാനുള്ള സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുമ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അനന്ത വിഹായസാണ് തുറന്നു കിടക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. ഞാൻ ആദ്യം ഒരു പാട്ടോടുകൂടെ തുടങ്ങി, അതിനുശേഷം അതിനെ ഒരു കവിതയാക്കി, പിന്നെ അതൊരു കഥകളിയാക്കി, പിന്നെ അതൊരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണമാക്കി. ഇതിൻ്റെ എല്ലാം പിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് കുർബാനയാണ്. കാരണം അത് സ്നേഹത്തിൻ്റെ ഒരു കൂദാശ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ അപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളില്ലാതായിട്ട് ആത്മം ദഹിപ്പിച്ചുകൊണ്ട് അർപ്പിച്ചനശ്വരമാകുന്ന ഒരു കൂദാശയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈ മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം, സ്വർഗം, ഭൂമി, ലോകം, ഇതെല്ലാം നമ്മളവിടെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഈ അനന്തമായ ആസ്വാദനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും സഭയും സമൂഹവും ഇറ്റ് ഈസ് ഓപ്പൺ. അതുകൊണ്ട് അങ്ങോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് കഴിവുണ്ടെന്നോർത്തോ അല്ലെ കലകളുണ്ടെന്നോർത്തോ ആർക്കും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മടി വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഒരു കാര്യം കൂടെ, നമ്മളെപ്പോഴും ഒരു പങ്കാളി വേണമെന്നുള്ളതിനെക്കുറിച്ച് പറയും, ഒരു പാർട്ട്ണർ വേണം എന്ന് പറയും. അതുപോലെ ഞാൻ ചില സ്ഥലങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണ്, ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അച്ഛന്മാർ പ്രായമാവുന്നൊരു സമയമായി കഴിയുമ്പോൾ സിസ്റ്റർമാരെ പോലെയല്ല, അവർ മഠത്തിലൊരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ടാണ്. നിങ്ങൾ പലപ്പോഴും ഇടവകകളിലും 1-2 പേരുമായിട്ടൊക്കെ പോകുന്ന ആൾക്കാർ, ചില ഇടവകയിലൊക്കെ ഒരു അച്ഛനൊക്കെ ഒരുപാട് ലോൺലിനെസ് ഈ ഒരു ലൈഫിൽ വരും. അങ്ങനെയുണ്ടോ? മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിക്കുക, അത് പുരോഹിതനാണെങ്കിലും സന്യസ്തയാണെങ്കിലും ഇവിടെയെല്ലാം നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈല്. അതിലൂടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരാത്ത രീതിയിൽ നമ്മൾ അത്ര ഇൻവോൾവാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട. അതേസമയം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും ആളല്ലേ. ഇപ്പോൾ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്മ്യൂണിറ്റി ഉണ്ടല്ലേ, ഞങ്ങൾ കമ്മ്യൂണിറ്റി ഉണ്ട്. അച്ഛന്മാർ ഇടവക വൈദികരായിരിക്കും, അവർക്കിന്ന് പ്രീസ്റ്റ് ഹോം ഉണ്ട്. എല്ലാം കൂടെ അവിടെ ഒത്തിരി പേര് പോകുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇടവക്കാർ ചിലർ അവരെ സന്ദർശിക്കാൻ വേണ്ടി അവിടെ പോകുന്നു. അപ്പോൾ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു തലം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഒത്തിരി പ്രായം ചെന്ന പുരോഹിതരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇതിനെ ഒരു റിട്ടയർ ലൈഫ്, വളരെ പീസ്ഫുള്ളായിട്ട് പ്രെയർ ലൈഫിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേസമയം മാനുഷികമായ ചിന്തകളോ മാനുഷികമായ കാഴ്ചപ്പാടുകളോ ഇതൊന്നും ഇല്ലെന്നുള്ളതല്ല. കാരണം നമുക്ക് നമ്മുടെ അപ്പനെയും അമ്മയും നഷ്ടപ്പെടുന്നു, സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഇളയത്തുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏജിലേക്ക് വരുമ്പോൾ എല്ലാവരും പോയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും മാനുഷികമായിട്ട്. പക്ഷേ അതിനെ സബ്ലിമേറ്റ് ചെയ്യാൻ എന്തെല്ലാം തലങ്ങളും അവസ്ഥകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രീസ്റ്റ് ഹോമിൽ അച്ഛന്മാർ ഈ ഫ്രീ ടൈം മുഴുവൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോരും, സക്രാരിയുടെ മുമ്പിൽ വെറുതെ പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെയൊക്കെ അവർക്ക് കിട്ടുന്ന എനർജി ഇതിനെയൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനുള്ള നല്ല മാർഗ്ഗമല്ലേ അത്. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ തരം ഇടവക, ഓരോ തരം ആൾക്കാർ. അപ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഇടവകളിൽ ഉണ്ടാവുകയും നമുക്ക് മനസ്സ് മടുക്കുകയും, കണ്ടു നിൽക്കുന്നവന് മനസ്സ് മടുക്കും, അനുഭവിക്കുന്നവൻ്റെ കാര്യം പറയണ്ടല്ലോ. ആ സമയത്ത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഈശോയെ ഞാനിത് എടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ, അങ്ങനെ വിഷമിച്ച് നിന്ന സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ, അങ്ങനെ ഏതെങ്കിലും ടെൻഷൻ സിറ്റുവേഷൻസിൽ അതെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പുരോഹിതൻ, അതെങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഈ ബലിപീഠം എന്ന് പറയുന്ന ശക്തിയാണ്, തമ്പുരാൻ്റെ ആൾത്താരയിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഏറുകളാണ് വരണമെന്ന് ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ വരണമെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല വിധത്തിൽ വരും. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കൊരു പിടിച്ചു നിൽക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് ഈ ഞങ്ങൾ ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ചിട്ട് ബലിപീഠത്തിൽ ഒരു ചുംബനം കൊടുക്കലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ളിലേക്ക് കയറുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ ആ എനർജി കൊണ്ടാണ് ഇതുപോലെയുള്ള ഇപ്പോൾ ഓരോ ഇടവുകളിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ രേണു പറഞ്ഞ പോലെ ഓരോ തരക്കാരാണ്, ഓരോ രീതികളാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിനെ ശക്തിയോടുകൂടെ, പിന്നെ ആ വചനത്തിലൂടെയല്ലേ അവൻ നമ്മളെ വിളിച്ച് എൻ്റെ പിന്നാലെ വരുന്നെങ്കിൽ കുരിശെടുക്കാൻ തയ്യാറാവണം. അപ്പം വി ആർ ഓൾറെഡി പ്രിപ്പയർഡ്. അപ്പോൾ കുരിശുകൾ തീർച്ചയായിട്ടും അവൻ്റെ പിന്നാലെ പോകുമ്പം പൂമെത്തല്ല, അത് കല്ലും മുള്ളും വിരിച്ച വഴിയാണ് എന്നുള്ള നല്ല ഉറച്ച ബോധ്യം മനസ്സിലിട്ടുകൊണ്ട് തന്നെ പോകുമ്പോൾ അവൻ തന്നെ അങ്ങ് എടുത്ത് ഉയർത്തിക്കോളും. അതുപോലെ നമ്മൾ അവസാനിക്കും മുന്നേ ഈ യുവതലമുറയോട് അച്ഛനൊരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ, അത് യുവാക്കളെന്ന് പറയുമ്പോൾ അവർ മാരീഡ് ആയിരിക്കാം, പാർട്ട്നേഴ്സ് ആയിരിക്കാം, അങ്ങനെ ഒരു മെസ്സേജ് എന്തായിരിക്കും? സ്നേഹിച്ചു മതിയായില്ല, നിന്നെ സ്നേഹിച്ചു മതിയായില്ല. ഈ ഒരു ലൈൻ എപ്പോഴും മനസ്സിൽ റെസണേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, എക്കോ ചെയ്തുകൊണ്ടിരിക്കട്ടെ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇന്ന് എല്ലാവരും എവ്രി വൺ ഈസ് ക്രൈസി ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. മദർ തെരേസ അതാണല്ലോ പറഞ്ഞത്, ഈ ലോകത്തിൽ ഒറ്റ വിശപ്പേ ഉള്ളൂ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ്. ഇത് മനസ്സിലാക്കിയ തമ്പുരാനാണ് കുർബാനയായിട്ട് മാറിയത്. അപ്പോൾ ആ ചെറിയ കാറ്റിൽ പറക്കാൻ പോകുന്ന കോതമ്പപ്പത്തിൻ്റെ കഷ്ണം കൊടുങ്കാറ്റുകൾ അടക്കിയ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നതിൽ
അതിലും വലിയൊരു ലഹരിയില്ല, അതിലും വലിയൊരു സ്നേഹാനുഭവമില്ല. അത് എല്ലാവർക്കും പകർന്നു കൊടുക്കാനായാൽ അതായിരിക്കും. കാരണം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു ചെറിയ പ്രാർത്ഥന, ഞാൻ എപ്പോഴും ധ്യാനത്തിന് പോകുമ്പോഴും അല്ലാതെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഐ ആം തോട്ട്, ഐ ആം ലവ്ഡ് ആൻഡ് ഐ ആം ബ്ലെസ്ഡ് ബൈ മൈ ഗോഡ്. ഇത് മാത്രം ചിന്തിച്ചാൽ മതി, നമ്മൾ സിംപ്ലി വി ആർ എലവേറ്റഡ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കാര്യങ്ങളിലെല്ലാം കെട്ടിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മെല്ലെ ഒരു പഞ്ഞിക്കഷ്ണം പോലെ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്ര സുന്ദരമാണ് ആ കാഴ്ച. അങ്ങനെ ഈ സ്നേഹത്തിൻ്റെ നിർവൃതിയിലായിരുന്നു കൊണ്ട് ഈ സ്നേഹത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേരുക എന്ന് പറയുന്നത് അതല്ലേ ലൈഫ്. ചെറുപ്പക്കാരോടും വലിയവരോടും ഒക്കെ എനിക്ക് പറയാൻ അതേ ഉള്ളൂ. ഒരുപാട് ജീവിതങ്ങളെ മാറ്റാൻ അച്ഛൻ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാണു.